എന്താ ശരിക്കും ഗ്രൂമേഴ്സ് പറഞ്ഞു തരുന്നത്? ഗ്രൂമേഴ്സ് ഓരോ പാട്ട് കിട്ടുമ്പോൾ അതിന്റെ വീഡിയോ സോങ് അടക്കം കണ്ടുപിടിക്കാൻ പറയും. ഓ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഭയങ്കര ഇമോഷണൽ പാട്ടൊക്കെയാണ് മൂവി കാണാൻ പറയും. അപ്പൊ നമുക്ക് അത് കണ്ടിട്ട് നമുക്ക് മനസ്സിലൊരു സാധനം വരും. ഓക്കെ ഇങ്ങനെയാ. ഇതിനകത്തൊരു റിസർച്ച് ഭയങ്കര ഉണ്ടല്ലേ? പാട്ടിന്റെ സിറ്റുവേഷൻ അനുസരിച്ച്. ഓക്കെ 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 ഓക്കെ. അങ്ങനെ കണ്ട സിനിമകളുണ്ടോ? ആ ഞാൻ രാപ്പാടി എഴുതുവോ പാടിയപ്പോ ആകാശദൂത് ഒരുവിധം എല്ലാ സിനിമയും ഞാൻ കാണും. പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ. പക്ഷെ ഇന്നും ചന്ദ്രത്തിന്റെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. അതെ. പക്ഷെ വീഡിയോ സോങ് കുറെ പ്രാവശ്യം കാണും. ആകാശദൂത് കണ്ടിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ സിനിമ കാണുന്നുണ്ട്? അയ്യോ പാടിയ എല്ലാ പാട്ടിന്റെ ഒരുവിധം സിനിമ. ഓക്കെ ഓക്കെ ഓക്കെ. തത്സമയം പെൺകുട്ടിയൊക്കെ കണ്ടിട്ടുണ്ടോ അതിന് വേണ്ടിട്ട്? ഓ അത് കൊള്ളാം. ഇപ്പൊ മറ്റെന്തൊക്കെ രീതിയിലാ ഇപ്പൊ ഗ്രൂമേഴ്സ് നിങ്ങളെ ഒരുക്കുന്നത്? നിങ്ങളുടെ എന്ത് ക്വാളിറ്റി അതെങ്ങനെയാ അവർ അനലൈസ് ചെയ്യുന്നത്? ഈ പാട്ടിന് ആൾക്ക് പറ്റും അതെങ്ങനെയാ തീരുമാനിക്കുന്നത്? ഇപ്പം നമുക്ക് കണ്ടസ്റ്റൻസിനാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ സ്ട്രോങ് ഏരിയാസ് ഉണ്ട്. ഓക്കെ. ഇപ്പം എനിക്ക് മെലഡിയാണ് കുറച്ചുകൂടെ പാടാൻ ഇഷ്ടവും. അതിലാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പാടുന്നെന്ന് തോന്നും. പക്ഷെ ഇതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് റൗണ്ട് കിട്ടുമ്പോൾ നമ്മുടെ സ്ട്രോങ് ഏരിയ അനുസരിച്ചുള്ള പാട്ടുകൾ അവർ പറയും. എന്റെ മെന്റർ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സോങ്സ് ഡിസ്കസ് ചെയ്യും. എനിക്ക് പറ്റുന്ന പാട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ വിധിരാജ് ഇതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ പാട്ട് ഏതായിരുന്നു? ഏറ്റവും അധികം ശ്രമിച്ചിട്ടുള്ള പാട്ട് ഏതാ ഇതിൽ പാടിയതോ? ശാസിംഗറിൽ തന്നെ പാടിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ള എനിക്ക് സെമി ക്ലാസിക്കൽ കുറച്ച് ആ ഏരിയ കുറച്ച് താഴെ ഞാൻ. അപ്പം അതിലെനിക്ക് പ്രണതോസ്മി, പിന്നെ ഈ രാഗം ശ്രീരാഗം എന്ന് പറഞ്ഞ സോങ് ഉണ്ട്, ഞാൻ ഗിരിരാജോടെ പാടിയത്. അപ്പൊ അതിൽ ഞാൻ അങ്ങനെയുള്ള പാട്ടുകൾക്കാണ് കൂടുതൽ എഫേർട്ട് ഇടാൻ നോക്കുന്നത്. കാരണം സെമി ക്ലാസിക്കലൂടെ ആയോണ്ടേ എനിക്ക് ആ ഒരു ബേസ് അങ്ങോട്ട് ഇത്രയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് അതിലാണ് കുറച്ചുകൂടി ടൈം ഇടുന്നത്, ഞാൻ എഫേർട്ട് ഇടുന്നത്. ഏറ്റവും അധികം ശ്രമിച്ചിട്ടുള്ള പാട്ട് ഏതാ? ഞാനും അതെ, സെമി ആണെങ്കിൽ കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് പഠിക്കും. പക്ഷെ ഞാൻ ഹൈറാമ എന്നൊരു പാട്ട് പാടിയിരുന്നു. അതായിരുന്നു ആക്ച്വലി കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചത്. അത് ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാനിങ്ങനെ ആഡ് ഓൺ എല്ലാം ചെയ്ത് പാടുന്നത്. ആ ടൈമിൽ ആദ്യമായിട്ടാണ് പാടുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ വരും, ഇത്ര ദിവസം കൊണ്ട് പഠിച്ചാൽ ശരിയാവോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻസ് കാരണം കുറച്ചൊന്ന് പേടിച്ച് പാടിയ പാട്ടാണ്. ഇനി എനിക്കറിയാം എന്റെ ആ മിസ്റ്ററി ചോദ്യത്തിലേക്ക് കിടക്കണം. എന്താണ് ശരിക്കും ജഡ്ജസിനെ നോക്കി പാടാത്തത്? അതെനിക്ക് അതിനോട് എല്ലാവരും ചോദിക്കും. പക്ഷെ എനിക്കറിയില്ല, ഞാൻ പാടുമ്പം ചിലപ്പോൾ ഞാൻ ഈ ഒരു റൈറ്റ് സൈഡിലോട്ട് നോക്കിയായിരിക്കും പാടുന്നത്. അതാണ് എന്റെ ഒരു അതുപോലെ തന്നെ പാടുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പം നേരെ നോക്കി തുടങ്ങിയാലും പയ്യെ പാട്ടിന്റെ പകുതി ആകുമ്പോ പയ്യെ ഇങ്ങോട്ട് തന്നെ പോകും. അതെങ്ങനെ അത് എനിക്ക് അറിയില്ല, എന്താ അതിങ്ങനെ തന്നെ ഇങ്ങോട്ട്. എല്ലാരും പറയുന്നത് മാറ്റുന്നു, പക്ഷെ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. അത് ഇതാണ് എന്റെ ഒരു കൃഷ്ണശ്രീ നന്നായി പഠിക്കുന്ന കുട്ടിയാണോ? ഐ മീൻ പുസ്തകം അങ്ങനെ അങ്ങനെ പറഞ്ഞാല് ഇപ്പൊ എനിക്ക് പരീക്ഷ പോലെ എഴുതുന്നില്ലല്ലോ, എക്സാം എഴുതാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഞാൻ അത്ര സ്റ്റഡീസിലേക്ക് നോക്കുന്നില്ല. പക്ഷെ ഷൂട്ട് കഴിയുന്ന ഇരുന്ന് പഠിക്കും. ഇതിന്റെ ഒരു ചോദ്യം ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ വരാം. എന്നാലും ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ കൃഷ്ണശ്രീയുടെ പാരന്റ്സിന് ആരെങ്കിലും വന്ന് ഉപദേശിക്കാറുണ്ടോ? കുട്ടിയെ ഇങ്ങനെ റിയാലിറ്റി ഷോന് വിട്ടിട്ട് പരീക്ഷ എഴുതിക്കാത്തത് കുട്ടിയുടെ ഭാവിയെ ബാധിക്കും, വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്, അങ്ങനെ ഉപദേശിക്കുന്നവരുണ്ടോ? അങ്ങനെ കുറെ പേര് പറയാറുണ്ട്. പക്ഷെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഇതിൽ തന്നെ കൊണ്ടുപോകണം എന്നുള്ളൊരിതാ. മ്യൂസിക്കിന്റെ ഇതിൽ തന്നെ വരട്ടെ എന്നുള്ളൊരു. ഈ ഓർമ്മശക്തി എങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അയ്യോ എപ്പിസോഡാ അത്. എന്താ എല്ലാവരുടെയും എപ്പിസോഡ്സ് ഞാനിങ്ങനെ വീണ്ടും റീവാച്ച് ചെയ്യും. ഇതിന് മാത്രമൊക്കെ നേരെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ആകെ 4 ദിവസം, അതിന് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ആഡ് ഓൺ ചെയ്യണം, മറ്റേ ഭാവം വരുത്തണം, ഇതിനിടയിൽ സിനിമയും കാണണം, അതിനിടെ എപ്പിസോഡ് കാണുന്നുണ്ടോ? എത്ര മണിക്ക് എഴുന്നേക്കും അപ്പൊ ഒരു ഉദ്ദേശം? ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു 10-10:30 ആവും. അല്ലാണ്ട് ഒരു 10 മണി. ഓ ഓ വേറെ അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് പോകാൻ വേറൊരു ജീവിതം ഇല്ലല്ലേ നിങ്ങക്ക്? ഇല്ല, സ്കൂളിൽ ഇപ്പൊ പോവാറില്ല. സമയം കൂടി കിട്ടി. ഓക്കെ ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. എപ്പിസോഡ്സ് കാണുന്നത്, എന്നിട്ട് എപ്പിസോഡ്സ് ഞാൻ ഈ ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 മാസം ബ്രേക്ക് ഉണ്ടായിരുന്നു ബിഗ് ബോസ് വന്ന സമയത്ത്. അപ്പൊ ഞാൻ ആകെ ആ സമയത്ത് 30 എപ്പിസോഡ് ആയിട്ടുള്ളൂ. ഈ 30 എപ്പിസോഡ് വീണ്ടും ടി വിയിൽ ഇട്ടിട്ട് കാണുമായിരുന്നു. അപ്പൊ ഇത് കണ്ട് എന്റെ തലയിലായി. ഇപ്പൊ വരുന്ന വഴി എന്നോട് പറഞ്ഞു, ഈ മറ്റേ അമൃതമായി പാടിയപ്പോ ഇട്ട ഒരു യെല്ലോ അല്ലേന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്നത്. ജോർജ് കുട്ടിക്ക് ശേഷം അത്രയും
മറ്റേ വിഷ്വൽ കൊണ്ട് ഓർമ്മയുള്ള ഒരു ആള്. ഈ ജഡ്ജസിനെ കൂടെ പാടിക്കുക അല്ലെങ്കിൽ ജഡ്ജസിനെ അവിടെ നിന്ന് ഇപ്പൊ ഹവ ഹവ പാടുമ്പോ മനോ എന്നൊക്കെ പറയുന്ന എത്രയോ ലെജൻഡറി ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ 90s-ലും 80s തൊട്ടിട്ട് തന്നെ ഈ പറഞ്ഞ പെപ്പി ആയിട്ടുള്ള സോങ് പാടാനും അദ്ദേഹം ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു ആ സമയത്തെ. SPB സാറിന്റെ വോയിസ് പോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ട ഒരു വോയിസാണ്. അദ്ദേഹത്തെ ഒക്കെ കൂടെ പാടിക്കണം അങ്ങനെ ഒരു വാശി വെച്ചിട്ടാണ് പോണത്. ഇങ്ങേരെ ഇന്ന് ഇറക്കിക്കൊണ്ട് പാടിച്ചിട്ട്. അയ്യോ ഞാൻ അവിടെ പാട്ടെല്ലാം സെലക്ട് ചെയ്ത് അന്നത്തെ ദിവസം അറിയുന്നത്, പാടുന്ന ദിവസം അറിയുന്നത് മനോജ് സാർ അഗസ്റ്റ് എന്ന്. അതിനു മുമ്പ് അറിയില്ല? പാട്ട് സെലക്ട് ചെയ്തപ്പോ ഒന്നും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഭയങ്കര ഇത് ഫുൾ സ്ക്രിപ്റ്റ് ആയിരിക്കും, നിങ്ങൾക്ക് നേരത്തെ അറിയണ്ടായിരിക്കും ഇങ്ങനെയാളാണ് എന്നൊക്കെ. അപ്പൊ ആള് സ്പോട്ടിൽ വെച്ച് പാടുക എന്ന് പറയുന്നതും അവിടെ വെച്ച് ആള് പാടുമ്പോ തന്നെയാണ്? ആ സാർ പറഞ്ഞൊന്നുമില്ല, പാടുന്നൊന്നും പറഞ്ഞില്ല. പാട്ട് കഴിഞ്ഞ് ലാസ്റ്റ് പല്ലവി ആയപ്പോ സാർ ഇങ്ങോട്ട് ഇറങ്ങി വന്നു പാടാൻ. അയ്യോ സാറൊക്കെ ഞാൻ തീരെ വിചാരിച്ചിട്ടില്ല സാറിന്റെ കൂടെയൊക്കെ ഒരു 2 ലൈൻ പാടാൻ പറ്റുമെന്ന്. ഭയങ്കര സന്തോഷം. എനിക്കൊരു ഹവ ഹവ ഒന്ന് പാടും, അല്ലെ ഏതെങ്കിലും ഒരു പോർഷൻ. മഴത്തുമ്പി പാടുന്നു ഹവ ഹവ, മയിൽ പേടയാടുന്നു ഹവ ഹവ, മണിച്ചില്ല പൂക്കുന്നു ഹവ ഹവ, മതിക്കുന്നു വർണ്ണങ്ങൾ ഹവ ഹവ, മനസ്സാകെ ഉന്മാദം ഹവ ഹവ, മനസ്സാകെ ഉന്മാദം ഹവ ഹവ. ഇതിൽ നീ ഓരോ ഹവയും വ്യത്യസ്തമാവണം അങ്ങനെ ഇതുണ്ടോ? അങ്ങനൊന്നും, ഇത് മൂവി ട്രോണ്ട്. എവിടുന്ന ഇന്ന സ്ഥലത്ത് ഇട്ടാൽ വർക്കാവും? അത് എത്ര നേരം പിടിക്കും അങ്ങനെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ട്? അത് ആക്ച്വലി മെന്റേഴ്സ് തന്നെ അത് കൂടുതൽ എഫേർട്ട് ഇട്ട് ചെയ്യുന്നത്. ഓക്കെ, അവര് തന്നെ കണ്ടുപിടിക്കും. കൊറേ ഇരുന്ന് നമ്മള് രാവിലെ മുതൽ ഇരുന്നാൽ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് പാട്ട് സെറ്റായി കിട്ടുക. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾ ഇതിൽ ആഡ് ഓൺസ് ഒക്കെ നടത്തും? ഓക്കെ ഓക്കെ, നൈസ് നൈസ് നൈസ്. ഈ റൊമാൻറ്റിക് സോങ്ങുകൾ ഒരു സ്ട്രോങ് ഏരിയ ആണല്ലോ, റൊമാൻറ്റിക് സോങ്ങുകൾ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ആ ഫ്ലോറിൽ തന്നെ കുറെ ആളുകൾ ട്രോളുകയും ഒരു കാമുകനാക്കാൻ നോക്കുകയൊക്കെ ഇതിലൊക്കെ ശരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു സത്യം ഉണ്ടോ? ഭയങ്കരമായിട്ട് അങ്ങനെ സ്നേഹിക്കാനും പ്രണയിക്കാനൊക്കെ ആഗ്രഹമുള്ള ഒരാൾ അങ്ങനെ ഒരു അങ്ങനൊന്നുമില്ല. ഈ നമ്മള് കാണുന്ന അത്ര ഒന്നുമില്ല, അവര് പറയുന്ന അത്ര ഒന്നുമില്ല. ഈ ഒരുപാട് രക്ഷപ്പെടും, ഒരുപാട് ആരാധികമാരും, അതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ? അങ്ങനെ വെച്ചാൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അതല്ലാതെ ഇത് സ്വയം തന്നെയാണോ വായിക്കണത്, വായിക്കാൻ വേറെ ആളെ? അല്ല, ഞാൻ തന്നെ വായിക്കും. ഞാൻ തന്നെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും കേട്ടോ. എല്ലാവർക്കും കൊടുക്കും. നിങ്ങളെ ഞാനൊരു സ്വന്തം പെങ്ങളെ പോലെയാണ് കാണുന്നത്? അങ്ങനെയാണ്? അല്ല, നിങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്കും എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കും. കൊടുക്കാറുണ്ട് ഞാൻ. പക്ഷെ ആളുകൾ പറയല്ലേ നിങ്ങളുടെ വോയിസ് കേട്ടിട്ട് എനിക്ക് എന്റെ ഉറക്കം നഷ്ടപ്പെടുന്നു, എനിക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ലെവൽ ഓഫ് ആരാധനയൊക്കെ ഉള്ള അവരെങ്ങനെ ഡീൽ ചെയ്യപ്പോ? അത്ര ലെവലിൽ ഇത് വന്നിട്ടില്ല ഇത്. അറിയോ ശരിക്കും നമ്മൾ ഏത് പോയിന്റിൽ പാട്ട് പാടുമ്പോ റൊമാൻറ്റിക് സോങ്സ് ആണ് എന്റെ സ്ട്രോങ് ഏരിയ, അത് പാടി 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 കിട്ടുന്ന ഒരു ഏരിയ ആണോ? ഞാൻ പണ്ട് മുതലേ ഈ മെലഡീസ് ആയിരുന്നു എനിക്കിഷ്ടം. അതാണല്ലോ. അപ്പൊ ഞാൻ അതിങ്ങനെ പാടി 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 എനിക്ക് ആ ഒരു ജോണറാണ് താല്പര്യം. അപ്പൊ അങ്ങനെ റൊമാൻറ്റിക് എന്നല്ല, മെലഡീസ്. എനിക്ക് വേണ്ടിയിട്ട് എന്തായാലും ഹേമന്തം ഒന്ന് പാടിത്തരണം, ഹേമന്തം കേൾക്കുമ്പോഴേ. പക്ഷെ എനിക്കറിയാനുള്ളത്, നിങ്ങൾ ഇത്രയും മെലഡി പാടുന്ന ആളുകളാവുമ്പോഴേ ഇതിന്റെ കൂടി ഡാൻസ് മൂവ്മെന്റ്സ്, ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ കൊടുക്കണമല്ലോ. ഇത് സിങ്ക് ആയി വരുന്നത് എങ്ങനെയായിരിക്കും? അതിനൊരു പണിയുണ്ടോ? അത് കുറച്ച് ഒരു എക്സ്ട്രാ പുഷ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ്. ഡാൻസ് അത് ബാക്കിൽ അവർ തകർത്ത് കളിക്കുന്നുണ്ട്. നമ്മള് പാടുമ്പോ ഡാൻസ് ചെയ്യുമ്പോ നമ്മുടെ ബോഡി ഒത്തിരി അനങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് സിങ്ക് മിസ് ആവും. അത് മാത്രമല്ല, നമുക്ക് പാടാനും ശ്വാസം കുറച്ച് ഇഷ്യൂ ഉണ്ടാവും, ബ്രീത്തിങ് കുറച്ച്. അപ്പൊ നമ്മൾ അതനുസരിച്ചുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിരിക്കും അവർ തരുന്നത്. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് ചെറിയൊരു മൂവ്മെന്റ് കൊടുത്താൽ മതി.